ഒരു തൂവൽ പ്രണയം. രചന പായൽ. എടി ഇന്ദു, കാപ്പി പിടിക്കാൻ വാ. അല്ലാതെ ഇന്നും പോവാണെങ്കിൽ നല്ല പെട വെച്ചിരിഞ്ഞ. എന്താ ഇത്രത്തോളം ഒരുങ്ങാനുള്ളത്? പഠിക്കാൻ തന്നെയല്ലേ പോണേ? കണ്ടാതൊന്നും കല്യാണത്തിന് പോവാണെന്ന്. മതി എൻ്റെ അമ്മേ എന്നെ പറഞ്ഞ് ഇതാ വരുന്നു. ഈ അമ്മ ഒരിത്തിരി പൗഡറും കൺമിഷ് ചെയ്യുന്നതിനെ ഇങ്ങനെ പറയുന്നു. അതും മനസ്സിലോർത്ത് മുഖത്തിന് ബാക്കി വന്ന പൗഡർ ടോപ്പിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിക്കളഞ്ഞു. ഇനിയും നിന്നാൽ ശരിയാവില്ലെന്നോർത്ത് അടുക്കളയിലേക്ക് ഓടി. ഒരു ചപ്പാത്തി മതി, അല്ലെങ്കിൽ ബസ് പോവും. അത്രയും പറയലും അത് കഴിച്ച് കഴിയും ചെയ്ത് ഇന്ദു. എന്നിട്ട് ബാഗ് എടുത്ത് വേഗം ഓടി. ആ ഓട്ടം നിന്ന ബസ് സ്റ്റോപ്പിലാണ്. എന്നും ഇങ്ങനെയാണ്, ഓടിച്ചത്ത് പോരും, ഒന്നിനും സമയമില്ല. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ച ദിവസമാണ് ഏറ്റവും വൈകുക. ഈ ബസ് പോയാൽ പിന്നെ കുറേ ഏറെ നേരം നിന്നാലേ മറ്റൊരു ബസ് വരൂ. അതിന് പോയ കോളേജ് കൂടിയിട്ട് അറ്റൻഡൻസ് എടുത്തിട്ടുണ്ടാവും. അല്ലാതെ ഈ ബസ്സിലെ ഡ്രൈവർ കാണാനൊന്നല്ല ഇങ്ങനെ ചത്തുപിടഞ്ഞ് വരുന്നത്. ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അത് ആ ഭദ്രക്കുട്ടി വരുന്നത്. വേറെ ആരാ, ബസ് തന്നെ. അതിങ്ങനെ വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു പരവേശമാണ്, ഒരു പേടിയും സന്തോഷവും ഇടകലർന്ന വികാരം. എൻ്റെ ഈശ്വര, എൻ്റെ മുമ്പിലാണ് ബസ് നിർത്തുന്നെങ്കിൽ അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നാണ് അർത്ഥം. അത്രയും മനസ്സിൽ വിചാരിച്ച് നിന്നപ്പോഴതാ എന്നെ മറികടന്ന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. സത്യത്തിൽ ഇന്ദുവിന് ദേഷ്യം വന്നു. പിന്നെ ഇന്ന് കുറച്ചേറെ തിരക്കുണ്ടായതുകൊണ്ടാവാം അങ്ങനെ ചെയ്തെന്ന് മനസ്സിനെ സ്വയം സമാധാനിപ്പിച്ച് വേഗം ഉള്ളിലൂടെ നൂണ്ട് കയറിപ്പറ്റി. കയറിയപ്പോഴതാ സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന രാജാവ്. തള്ളി താഴെയിടാൻ തോന്നി. കാരമാടെ ഒന്നും നോക്കുന്നുകൂടിയില്ല. പിന്നെ സീറ്റ് കിട്ടാത്തതിൻ്റെ വിഷമം വേറെ. അതൊക്കെ പിറുപിറുത്തുകൊണ്ട് കിട്ടിയ സ്ഥലത്ത് നിന്ന് നിന്നു. സ്കൂൾ കുട്ടികൾ ഇറങ്ങിപ്പോയപ്പോൾ പകുതി ആശ്വാസം തോന്നി അവൾക്ക്. ഇനി നിന്നാൽ ഇത്രത്തോളം തിരക്കുണ്ടാവില്ല. അറിയുന്ന ഒരു ചേച്ചി പെട്ടിലിരിക്കാൻ ക്ഷണിച്ചു. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചു. കാരണം അന്നത്തെ സംഭവമാണ് ഓർമ്മ വരിക. അന്ന് ഇയാൾ തന്നെ ഡ്രൈവർ. പെട്ടിലായിരുന്നുകൊണ്ട് ഓടിക്കുന്ന സമയത്ത് ഒന്നല്ല 2 വട്ടം ആ കയ്യൻ്റെ പുറമേനിലൂടെ തഴുകിപ്പോയിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു അന്ന്. പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ലല്ലോ. ആ കോളേജ് സ്റ്റോപ്പെത്തി, ഇറങ്ങി. ആ കണ്ടക്ടർ വിളിച്ചു പോയപ്പോഴാണ് ഇന്ദു സ്വഭാവത്തിലേക്ക് വന്നത്. എന്നാൽ അത്രയും നേരം അവൻ്റെ കണ്ണുകൾ അവളിൽ തറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ചുണ്ടിൽ മായാത്ത പുഞ്ചിരിയോടെ കണ്ണിൽ പ്രണയം ഒളിപ്പിച്ച് ഇന്ദു പോകുന്നത് കണ്ണാടിയിലൂടെ നോക്കിയിരുന്നു പോയി ജിത്തു. എടാ ജിത്തേ, വണ്ടി എടുക്കടാ. ഇനിയെങ്കിലും നിനക്ക് പറഞ്ഞുവിടാ പെണ്ണിനോട് ഇങ്ങനെ പാത്തും പതിങ്ങി നോക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക്? കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോടോ. ഒരു ചിരിയോടെ കണ്ടക്ടറിൻ്റെ ചെവിയിൽ പറഞ്ഞു. അപ്പോഴും അവൻ്റെ മുഖത്തെ പുഞ്ചിരി വിടർന്നല്ലാതെ കൊഴിഞ്ഞു പോവില്ല. കാരണം കണ്ട നാൾ മുതൽ മനസ്സിൽ കയറിയതാണ് ആ കുഞ്ഞി മുഖം. ഇന്നേലും എൻ്റെ അടുത്തിരിക്കുന്നു വിചാരിച്ചു. അങ്ങനെയാണ് ഈ പേരെങ്കിലും ചോദിക്കായിരുന്നു. അന്ന് പെണ്ണിനോട് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. പേടിച്ചിട്ടാണ് തോന്നുന്നു. അല്ലെങ്കിലും ബസ്സിലെ ഡ്രൈവർക്ക് നല്ല പേരാണല്ലോ. എന്നത്തെയും പോലെ അവളെ മനസ്സിൽ താലോലിച്ച് അവൻ ബസ് എടുത്തു. ഇന്ദുവേ, ഈ വരുന്ന എക്സാം കൂടെ കഴിഞ്ഞാൽ ഡിഗ്രി കഴിയും. എന്തെങ്കിലും അടുത്ത പ്ലാന്? ഒപ്പം നടന്നു വരുന്ന നന്ദിനി അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവൾ അതേക്കുറിച്ച് ആലോചിച്ചത്. എനിക്കറിയില്ല നന്ദിനി, മാർക്കുണ്ടെ PGക്ക് പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കണം. നിനക്കോ? ഓ, ഞാൻ അധികവും കെട്ടിപ്പോവും. കലയുണ്ടെങ്കിൽ വിളിക്കാം, വരണം. അതിന് ഇന്ദുവും തലയാട്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. നന്ദിനിക്ക് കുറച്ച് സമയമുള്ള കോളേജിൽ നിന്ന് വീട്ടിലേക്ക്. എന്നാൽ ഇന്ദുവിന് 1 മണിക്കൂർ യാത്രയും 1/2 മണിക്കൂർ നടക്കുകയും വേണമെന്ന് വീട്ടിലെത്താൻ. അതാടി ബസ് വരുന്നു എന്ന് പറഞ്ഞ് നന്ദിനി ആദ്യമേ ഓടി. ഇന്ദു മെല്ലെ വന്നതേയുള്ളൂ. എന്തോ തലയൊക്കെ പുകയുന്നു. എക്സാം ആകുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, ഭ്രാന്ത് പിടിക്കും. ഇന്ദുവേ, നമുക്ക് ഈ പെട്ടിലിരിക്കാം. എന്നാൽ പിന്നെ ഇങ്ങനെ തിക്കിത്തിരക്കി നിൽക്കണ്ടല്ലോ. ഞാനില്ല നന്ദു, വേണേ നീ പോയിരുന്നു. അങ്ങോട്ട് ഇരിക്കണ്ടേ ഇന്ദു? ഒരു ചിരിയോടെ കണ്ണാടിയിലൂടെ നോക്കി ജിത്ത് പറയുമ്പോൾ ആശ്ചര്യം ഇന്ദുവിൻ്റെ കണ്ണുകളിൽ മാത്രമല്ല നന്ദിനിയുടെ കണ്ണുകളിലും പ്രതിഫലിച്ചു. നന്ദിനി വേഗം ഇന്ദുവിനെ വലിച്ച് പെട്ടിക്ക് മുകളിലിരുന്നു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ ഇന്ദുവിൻ്റെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുകയായിരുന്നു. അവൾക്കോ എന്തെന്നില്ലാത്ത പേടി. നന്ദിനിയുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇന്ദുവിനോട് യാത്ര പറഞ്ഞു പോയി. പിന്നെ ഇന്ദു 2 ചെറിയ കുട്ടികളെ അവിടെ ഇരുന്നിരുന്നുള്ളൂ. താനിപ്പോൾ ലാസ്റ്റ് ഇയർ ആണോ? ജിത്തു എന്നെ സംസാരത്തിന് തുടക്കമിട്ടു. ഇന്ദു അതിനൊന്ന് മൂളിക്കൊടുക്കുക മാത്രം ചെയ്തു. തൻ്റെ പേരെന്താടോ? ഇന്ദുവിൻ്റെ ചെവിക്കരികിൽ വന്ന് ജിത്തു ചോദിച്ചപ്പോൾ എന്തോ ഒരു തരം വികാരം അവളെ പൊതിഞ്ഞു മൂടി. അത്രയും സൗമ്യമായി അവൻ പെരുമാറുന്ന ആദ്യമായിട്ടാണ് കണ്ടത്. പേരില്ലേ? ഒറ്റപ്പുരിക ഉയർത്തി അവൻ വീണ് ചോദിച്ചപ്പോൾ വന്ന വികാരങ്ങൾ അപ്പാടെ പോയി മറഞ്ഞു. വീർത്ത് കിട്ടിയ മുഖത്തോടുകൂടി അവൾ പറഞ്ഞു, ഇന്ദുലേഖ. എൻ്റെ പേര് ജിതേന്ദ്രൻ. ഇഷ്ടമുള്ളവർ എന്നെ ജിത്തു എന്ന് വിളിക്കും. നീയും അങ്ങനെ വിളിച്ചോ എന്ന് പറഞ്ഞ് മീശൊന്ന് പിരിച്ച് അവളെ നോക്കി കണ്ണിറുക്കി. ഇതോടുകൂടി അവൾക്ക് ഇറങ്ങാനുള്ള സ്ഥലവും എത്തിയിരുന്നു. തലക്കടി കിട്ടിയ പോലെ നടന്നു പോകുന്ന ഇന്ദുവിനെ നോക്കി പൊട്ടി വന്ന ചിരിയടക്കി ജിത്തു. ഇതിൽ കൂടുതൽ എങ്ങനെ ഞാനതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? ഈ നെഞ്ചിൽ അവൾക്കുള്ള സ്ഥാനം. ഒന്ന് നിശ്വസിച്ച് എല്ലാവരും ഇറങ്ങിയെന്ന് ഉറപ്പിച്ച് ബസ് എടുത്തു. എന്നാൽ അയാളെന്താ അങ്ങനെ പറഞ്ഞ്? ശരിക്കും എന്നെ ഇഷ്ടമാണോ അതോ കളിപ്പിക്കാൻ ചെയ്യുന്നതോ? ഇന്ദു ഓരോന്ന് ആലോചിച്ച് നടന്ന് വീടെത്തി. അതോടുകൂടി ആ കാര്യം അറവിക്ക് വിട്ടുകൊടുത്തു. അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞുമകളായി വീട്ടിലേക്ക് കയറി. പിന്നീടൊന്നും ആലോചിച്ചിരിക്കാൻ സമയമുണ്ടായിരുന്നില്ല. എക്സാം പ്രമാണിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ താഴിട്ട് പൂട്ടി പഠിത്തത്തിൽ ശ്രദ്ധാലുവായി. ഇന്നാണ് എക്സാം അവസാനിക്കുന്നത്. എന്തോ ഒരു തരം നിർവികാരത വന്നു മൂടി ഇന്ദുവിന്. ഭദ്ര ബസ്സിൽ കയറിയപ്പോൾ അയാളുടെ സ്ഥാനത്ത് മറ്റൊരുത്തൻ. എന്തുകൊണ്ടോ ദേഷ്യം വന്നുപോയി.
അയാൾക്കാണെങ്കിൽ റോഡിലൊന്നുള്ള കണ്ണാടിയിലാണ്. വീർത്ത് കിട്ടിയ മുഖത്തോടു കൂടിയാണ് വീട്ടിലേക്ക് ചെന്ന് കയറി തന്നെ. പക്ഷേ പതിവിന് വിപരീതമായി കുറച്ച് ആളുകളുടെ സംസാരം കേട്ടു. നടത്തത്തിന്റെ വേഗത കുറച്ച് ഇന്ദു. വീട്ടിലേക്ക് കയറിയപ്പോഴാ കണ്ണുമെയ്യും തളർന്നുപോയി. അവൻ തന്നെയാണോ അതെന്ന് നോക്കാൻ സാധിച്ചില്ല അവൾക്ക്. കണ്ണിങ്ങനെ നിറഞ്ഞ് തുളുമ്പിയിട്ടു. മുന്നിലിരിക്കുന്നവൻ നിറഞ്ഞ ചിരിയോടെ ഇരിക്കുന്നു. തൊട്ടടുത്ത അമ്മയെപ്പോലൊരു സ്ത്രീ. അവളെ നോക്കി ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ടൊരു സ്വപ്നം പോലെയാണ് ഇന്ദുവിന് തോന്നിയത്. മനസ്സിലിടം നേടിയ ആദ്യ പുരുഷനെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റിയ സന്തോഷമായിരുന്നു അവൾക്ക്. നല്ലൊരു മുഹൂർത്തം നോക്കി ജിതേന്ദ്രൻ തൻ്റെ പാതിയായ ഇന്ദുലേഖയെ സ്വന്തമാക്കി. അന്ന് ആ രാത്രി ഇന്ദുവിലേക്ക് ജീത്തു ഒരു തൂവൽ പോലെ തൻ്റെ പ്രണയം ഒഴുക്കി. ഒരിക്കലും വറ്റാത്ത പ്രണയവുമായി.